അസ്സലാമു അലൈക്കും. എന്താണ് മക്കളെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഇവിടെയൊക്കെ ആകെ മഴയാണ്. ആകെ വെള്ളം കയറി ഇതായി. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടൊരു കൊല്ലത്തോളമായി. 6 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഓണർ വന്ന് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നതിന് 10 ദിവസം 15 ദിവസം 1 മാസം അഗതി പറഞ്ഞ് ഇത്രയും ഒരു കൊല്ലത്തോളം എത്തിച്ച്. അപ്പോൾ ഈ വീടൊക്കെ ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരു വീടാണ്. അപ്പോൾ അത് കാരണം അയാൾക്ക് ഞങ്ങളതിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് ഭയങ്കര പേടിയായിട്ടാണ് ഈ ഒഴിയാൻ പറയുന്നത്. ഞങ്ങൾക്കിപ്പോൾ എവിടേക്കും പോകാനൊരു നിവർത്തിയും ഇല്ലാത്ത ഘട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ചിലാടന്മാരും ഷാജിരമാരും വീഡിയോ ഹൗസിൻ്റെ മുന്നിൽ വന്ന് നമ്മളെ സങ്കടങ്ങളും വിഷമങ്ങളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതൊന്നും ആരും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കാണിക്കൂലല്ലോ. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ 18ാമത്തെ കൊല്ലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. ഒരു നല്ല വീട് എടുത്തിട്ട് പോലും ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് വയ്യാണ്ടായോടുകൂടി പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചെന്ന് ഞാൻ ആദ്യമുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നെജിലാന്നൊക്കെ പറഞ്ഞ് കഷ്ടതകൾ അനുഭവിച്ചിട്ടില്ല. പണിയെടുക്കാൻ അവരെ കൊണ്ട് സമ്മതിച്ചിട്ടില്ല. പണിയെടുത്ത് ഒരു 5-6 മാസം ഈ റബ്ബർ തോട്ടത്തിൽ പണിയെടുത്ത് മക്കളെ നോക്കുന്നു പറയുമ്പോഴത്തേനും അവർക്കെല്ലാം അങ്ങടായി. നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ദുരിതങ്ങൾ അനുഭവിച്ച്. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ അങ്ങനെ ഞാൻ 2-3 കാര്യങ്ങളൊക്കെ നെജിലാടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന പോലുള്ള വീഡിയോസൊന്നും ഞാൻ ചെയ്യൂല. ആൾക്കാരങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞും കുറവുകൾ പറഞ്ഞും അവരെ ഭൂതകാല ചരിത്രങ്ങൾ അന്വേഷിച്ച് നടക്കാനും അവർ ഒരു കഥകളും അന്വേഷിക്കില്ല. 1-2 വാക്കോ 3 വാക്കോ പറയും. അതിൽ കൂടുതൽ ഞാൻ പറയൂല. അത് ഞാൻ അവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. ഞാൻ ജീവിച്ച രീതികളും ഞാൻ കടന്ന കഷ്ടപ്പാടും എൻ്റെ ദുരിതങ്ങളും പറയാനാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ വന്നത്. അത് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാനത് പറയുന്നതാണ്. അതൊന്നും ആർക്കും കേൾക്കാനുള്ളതില്ല. പിന്നെ എനിക്ക് വന്ന കമൻറ്റിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു 2-3 പേര് ഈ കഷ്ടതകൾ അനുഭവിച്ചെന്ന് ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ കഷ്ടതകൾ ഷാജിദയും ഷാജും നെജിലെ അനുഭവിക്കുന്ന കഷ്ടതകൾ കാണാൻ ആൾക്കാർക്ക് നേരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ നേരെ ചൊവ്വേനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. നമ്മളൊക്കെ 10-17 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 19 വയസ്സിൽ തുടങ്ങി പണിയെടുക്കുന്നതാണ് മക്കളെ. പണിയെടുത്ത് നമ്മൾ ഈ 5 മക്കളെ നോക്കി വെറും പെൺകുട്ടികളൊക്കെ കെട്ടിക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു പണത്തുക്കത്തിൻ്റെ സ്വർണം കൊടുത്തിട്ടല്ല. അള്ളാഹു ഞങ്ങൾക്ക് കൂട്ടുണ്ട്. ആരുമില്ലാത്തവർക്ക് അള്ളാഹു ഉണ്ടാവുമെന്ന് പറയില്ലേ. അള്ളാഹുടെ ഒരു കൃപ കൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കി. ഇന്ന് വരെ ഞങ്ങളൊരു ചൊവ്വുള്ള വീട്ടിൽ, ഒരു ചൊവ്വുള്ള വീട്ടിൽ ഞങ്ങൾക്ക് കെടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ മക്കളായിട്ടിരിക്കും. ഇപ്പോഴും ഇപ്പോൾ എവിടേക്ക് പോകണം എന്താ ചെയ്യണമെന്ന് യാതൊരു പിടുത്തവും ഇല്ല. വേനലിന് വീട് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് വീട് അന്വേഷിച്ചിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കാനും ഞങ്ങൾ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഓരോ ഓടുകളും സിമെൻറ്റ് കട്ടകളൊക്കെ തട്ടിമറിഞ്ഞ് വീണ് തുടങ്ങി. ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പറയാനൊക്കെയാണ് ഞങ്ങൾ വന്നത്. എൻ്റെ ഭർത്താവൊക്കെ പോയിട്ടും കാലങ്ങൾ കുറേയായി, 10-20 കൊല്ലത്തോളമായി. ഞാൻ ഒരുപാട് വീട് പണിയൊക്കെ എടുത്ത് പച്ച ടാങ്ക് കഴുകാനും പോകും. ഞാൻ എൻ്റെ മക്കളൊക്കെ ആയിട്ട് തൊഴുത്തിലടക്കം കിടന്നിട്ടുണ്ട്. അപ്പം നെജിലാടെയും ഷാജിദാടെയും കഥകളൊന്നും ഞങ്ങൾക്കൊന്നത് ഒരു വലിയ ബുദ്ധിമുട്ടും വിഷമങ്ങളൊന്നും ആയിട്ട് തോന്നണില്ല കണ്ടിട്ടേ. അപ്പം ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ ഇന്നും ഈ വയ്യാത്ത എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ മൂക്കൊക്കെ കണ്ട നിങ്ങൾ നീര് വന്ന് മുറ്റിയിട്ട് എടുക്കാനിരിക്കാനും പറ്റിയിട്ട് നല്ല ചികിത്സ തേടി ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഡോക്ടർമാരെ കാണിക്കും. അവർ 10 ദിവസത്തെ 5 ദിവസത്തെ മരുന്ന് തരും. അതുകൊണ്ട് MRI സ്കാനിങ്ങും എക്സറും ബോഡി ചെക്കപ്പും എല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് ഓരോ ഡോക്ടർമാരും കടലാസ് തരും. എല്ലാം ഇവിടെ കൊണ്ട് കെട്ടിപ്പറക്കി വെക്കുമെന്നല്ലാണ്ട് ഒരു കാര്യമില്ല മക്കളെ. അപ്പോൾ അതുകൊണ്ടാണ് നെജിലാടെ കാര്യങ്ങൾ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല നെജിലാടെ കാര്യങ്ങൾ പറഞ്ഞു. നെജിലാടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നെജിലാക്ക് പള്ള വേണ്ടി വെച്ചിട്ടും ഷാജിനെ ഞാൻ സപ്പോർട്ട് ചെയ്തതായിട്ട് നിന്നിരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 5 മക്കളാണ്, എന്നെപ്പോലെ 5 മക്കളാണ്. അപ്പം നമ്മുടെ ഒരു വഴിയിൽ കൂടെ സഞ്ചരിച്ച് വരുന്നൊരു വ്യക്തിയാണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഷാജിയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഷാജി പിന്നെ തീരെ പണിയെടുക്കാനേ കൂട്ടാക്കൂലല്ലോ. അത് ഇഷ്ടമല്ലല്ലോ ഷാജിക്ക്. നെജില പിന്നെ റബ്ബർ തോട്ടത്തിൽ എന്തെങ്കിലും കുറച്ച് ദിവസമെങ്കിലും ഒന്ന് പോയി
ഈ ആൾക്കാരോട് പറയാം പണിയെടുക്കണം എന്നുള്ളത്. ഞങ്ങളങ്ങനല്ല, ഞങ്ങളൊക്കെ നല്ലോണം അന്ന് തൊട്ട് ഇന്ന് വരെയും പണിയെടുത്തിട്ട് ഞങ്ങൾക്കൊരാളൊരു സഹായം ചെയ്യാനോ പിന്നെ വായല നാവും സാമർഥ്യം അവരെപ്പോലെ ഒന്നും നമുക്കില്ല. ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റായിട്ടാണ് പറയുള്ളൂ, എല്ലാവരോടും സൗമ്യമായിട്ട് പറയും. അതൊന്നും ആൾക്കാർക്ക് ഉൾക്കൊള്ളാനുള്ള നേരമില്ല. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഇത്തവണ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക. ഞാൻ ആരെയും കുറ്റവും കുറവൊന്നുമല്ല മക്കളെ പറഞ്ഞത്, എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇപ്പം ഞങ്ങൾക്ക് പെരുവഴി ആധാരമായിട്ടാണ് ഞങ്ങൾ ഈ നിൽക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട്.